ഹലോ എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ നോർമലായിട്ടുള്ളൊരു ദിവസമായതുകൊണ്ട് ഞാൻ കരുതി വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒരു വ്ലോഗ് എടുക്കാമെന്ന്. ഞങ്ങൾ രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങി. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ്, നല്ല രസമാണ് ഇവിടെ നടക്കാൻ. തിരിച്ചെത്തി എൻ്റെ ബോട്ടിലൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷൻസും നടന്നു. ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയുമായിരുന്നു കഴിക്കാൻ. അതിൻ്റെ കൂടെ ഞാൻ ഈ ബോട്ടിൽ റീഫിൽ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കിച്ചണിലും ലിവിങ് റൂമിലും ബെഡ്റൂമിലുമായിട്ട് ഓരോ ബോട്ടിൽ ഞാൻ എപ്പോഴും ഫില്ല് ചെയ്ത് വെക്കും, വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കറിയൊക്കെ സെറ്റായി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. പുട്ടും അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇങ്ങനെയുള്ള കറികൾ ഞാൻ കുറച്ച് ഏറെ വെക്കുവേ, ഉച്ചക്കത്തേക്കും ചിലപ്പോൾ രാത്രിയിലത്തേക്കും അത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. നടക്കാൻ പോയിട്ട് തിരിച്ചെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വിറ്റമിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാറുണ്ട്. കാരണം ഇവിടെ ഇപ്പം സൺലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാരണം ആകെ ശോകമുഖമാണ്. കഴിക്കുന്നത് ഇതാണ്, ഈ ഒരു ടാബ്ലറ്റ് ആണ്. ഇത് നമ്മുടെ അപ്പോടെക് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒമേഗ 3യുടെ ഈ ഒരു ടാബ്ലറ്റും കഴിക്കാറുണ്ട്. മെഡിസിനും കഴിച്ചിട്ട് ഞാൻ വീട്ടിലൊക്കെ ഒന്ന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോയി. നമുക്ക് കടലക്കറി ഓൾറെഡി ഉണ്ടായത് കാരണം അതിൻ്റെ കൂടെ മീനും കൂടെ വറുത്തു. പിന്നെ തൈരും ഒരു ഇച്ചിരി നാരങ്ങ അച്ചാറും ചോറും. കഴിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയി. കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ജീവൻ വെച്ച പോലെ. അപ്പോഴത്തേക്ക് ഇതേ പുറത്ത് കണ്ടോ ഇരുട്ടായി. നമ്മളും അവിടെ ഒരു ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ന് രാത്രിയിലത്തേക്കുള്ള ഡിന്നർ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പരിപ്പ് കുത്തിക്കാച്ചിയത്, തൃശ്ശൂരുകാരുടെ സ്പെഷ്യലാണ്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എൻ്റെയും സ്പെഷ്യലാണ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കൂട്ടാനില്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചോറും ഇച്ചിരി മീൻ വറുത്തതും അതിൻ്റെ കൂടെ പരിപ്പ് കുത്തിക്കാച്ചിയതും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് പോവാം. ഞാൻ ഈ ചുമന്ന പരിപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊരു ഉരുളക്കിഴങ്ങ് കറിയുടെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടും. മറ്റേ ഒരു വെള്ള കളറിലുള്ള ദാലുണ്ട്, അത് വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കും. ആവശ്യത്തിനുള്ള പരിപ്പെടുക്കുക, അതിലേക്ക് കുറച്ച് സവാള, കുറച്ച് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ഇടുക, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് ഒരു 3-4 വിസിൽ, അതിനകത്തേക്ക് കടുവും വറുത്തിടുക, കറിയായി. പിന്നെ സിമ്പിളല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെയാണ് ഞാൻ എപ്പോഴും പരീക്ഷിക്കുന്നത്. അപ്പോൾ ഡിന്നറും കഴിച്ചിട്ട് ബാക്കി വന്ന പാത്രങ്ങളൊക്കെ ഞാനൊന്ന് കഴുകി വെച്ചു. ഒരുപാട് പാത്രങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഡിഷിൽ വെക്കാറുള്ളൂ. കുറച്ചുണ്ടെങ്കിൽ ഞാനങ്ങ് കഴുകി വെക്കും. എന്നിട്ട് അവിടുത്തെ സിങ്കും കാര്യങ്ങളും പാചകവും ഒക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തു. ഞാൻ എല്ലാ ദിവസവും നേരത്തെ തൂത്ത് തുടച്ച് ഇടാറാണ് പതിവ്. പക്ഷേ ഇന്നിപ്പോൾ അടുക്കളയിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായത് കാരണം ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്തു. ദെൻ ലൈറ്റ് ഓഫ്. രാത്രിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്കിൻ കെയർ ഒന്നുമില്ല. ഒന്ന് ബ്രഷ് ചെയ്യും, മുടി ഒന്ന് നന്നായിട്ട് കെട്ടിവെക്കും, നന്നായിട്ട് കൈയും ഹാൻഡ് വാഷ് ഇട്ട് കഴുകും, ഫേസ് വാഷ് ഇട്ട് മുഖവും നന്നായിട്ട് കഴുകും. അപ്പോൾ ഈ ചെറിയ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയുമായി തിരിച്ചെത്തുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സായി.